മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വീണ്ടും സങ്കീർണമാവുകയാണ്. ലെബനോണിലെ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൻ്റെ പുതിയൊരു അധ്യായം അത് കൂടുതൽ സങ്കീർണമാകുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. 2024 നവംബർ 27 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടായ വെടിനിർത്തൽ കരാർ ഒരു വർഷം പിന്നിട്ടിട്ടും സമാധാനത്തിൻ്റെ പ്രതീക്ഷകൾ അവിടെ കാണാൻ കഴിയുന്നില്ല. ഇസ്രായേൽ തുടർന്നും ലെബനോണിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. അത് സ്വയം രക്ഷ എന്ന പേരിൽ ഇസ്രായേൽ ന്യായീകരിച്ചും വരുന്നു. പക്ഷേ ഈ ആക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവനുകൾ എടുക്കുകയാണ്. പ്രദേശത്തെ സ്ഥിരത ഇപ്പോൾ ഭീഷണിയിലാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം 1980കളിലെ ലെബനോൺ യുദ്ധത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഹിസ്ബുള്ള ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സൈനിക സംഘടനയായി ഇസ്രായേലിൻ്റെ ലെബനോൺ അധിനിവേശത്തിനെതിരെ രൂപപ്പെട്ടു. 2006 34 ദിവസത്തെ യുദ്ധം മുതൽ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ നിരന്തരമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. 2023 ഒക്ടോബറിൽ ഹമാസിന്റെ ചെറുത്തുനിൽപ്പോടെ ഗസയിൽ ഇസ്രായേൽ വംശഹത്യ തുടങ്ങിയപ്പോൾ ലെബനോണിലെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ റോക്കറ്റ് ആക്രമണങ്ങളും ഒരേ സമയം നടന്നു. ഈ സംഘർഷം 14 മാസത്തിലേറെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ലെബനോണിൽ 2000-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 100,000-ലധികം ആളുകൾ അഭയാർത്ഥികളായി. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് സിവിലിയന്മാർക്കും പരിക്കേറ്റിരുന്നു. ഈ ഭീകരമായ സാഹചര്യത്തിലാണ് 2024 നവംബറിലെ വെടിനിർത്തൽ കരാർ വരുന്നത്. ഹിസ്ബുള്ള തെക്കൻ ലെബനോണിൽ നിന്ന് പിന്മാറണമെന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവലിക്കണമെന്നും ഹിസ്ബുള്ളയുടെ നിരായുധീകരണം ആരംഭിക്കണം എന്നിവയായിരുന്നു പ്രധാന വ്യവസ്ഥകൾ. US-ഉം ഫ്രാൻസും ചേർന്ന് നിരീക്ഷിക്കുന്ന UN സമിതിയും രൂപീകരിച്ചു. പക്ഷേ ഈ കരാർ ഏറെ കാലമൊന്നും നീണ്ടു നിന്നില്ല. പെട്ടെന്ന് തന്നെ അത് തകർന്നു. ഇസ്രായേൽ സൈന്യം ലെബനോണിന്റെ തെക്കൻ ഭാഗത്ത് സെക്യൂരിറ്റി സോണുകൾ എന്ന് പറഞ്ഞ് 5 പ്രദേശങ്ങളെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. 2025 ഏപ്രിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചതുപോലെ ഇത് അനിശ്ചിതകാലം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതും. കരാർ നിലവിലുണ്ടെങ്കിലും നവംബർ 27 മുതൽ ഇസ്രായേൽ 150-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നാണ് UN-ന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിസ്ബുള്ളയുടെ നിയമലംഘനങ്ങൾക്ക് മറുപടിയാണ് ഇതെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വാദിക്കുന്നത്. ഞങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നു, സിവിലിയന്മാരെ ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നു എന്നാണ് അവരുടെ ഔദ്യോഗിക നിലപാട്. പക്ഷേ UN ഡാറ്റ പ്രകാരം ആക്രമണങ്ങളിലൂടെ 150-ലധികം സിവിലിയന്മാർ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലെബനോണിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രഹരമാണ് ഏറ്റത്. തെക്കൻ ഗ്രാമങ്ങൾ കൃഷി, വാണിജ്യം എന്നിവയിൽ നിന്ന് വിട്ടുപോകുക വരെ ചെയ്തിട്ടുണ്ട്. അഭയാർത്ഥികളുടെ എണ്ണം വീണ്ടും ഉയരുകയാണ്. ഇപ്പോൾ പുതിയ സംഭവങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഒക്ടോബർ അവസാനത്തിൽ തെക്കൻ ലെബനോണിലെ നബദിയയിലെ ഒരു ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഫൗസിന്റെ ഒരു പ്രധാന അംഗം കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. IDF പറയുന്നത് ഹിസ്ബുള്ളയുടെ ലോജിസ്റ്റിക് സെന്ററുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ്. അതേസമയം ബൈത്ത് അൽ അഖദ് പ്രദേശത്ത് നടന്ന സ്ട്രൈക്കിൽ 4 ഹിസ്ബുള്ള പ്രവർത്തകരും അതിൽ ഒരു പ്രമുഖ ലോജിസ്റ്റിക് ഓഫീസറും ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. ലെബനോണിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത് അടിസ്ഥാനത്തിൽ കഫർസർ ഗ്രാമത്തിൽ ഒരു കാറിന് നേരെയുള്ള ആക്രമണത്തിൽ 3 സിവിലിയന്മാർക്ക് ഗുരുതര പരിക്കുകൾ സംഭവിച്ചെന്നാണ്. ഈ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ പുനഃസംഘടനാ ശ്രമങ്ങളെ തടയാനാണെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഹിസ്ബുള്ള തങ്ങളുടെ റോക്കറ്റ് ശേഷി വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് സ്വയം രക്ഷയുടെ അവകാശമുണ്ട് എന്നും നെതന്യാഹു ഊന്നി പറയുന്നു. ഹിസ്ബുള്ളയുടെ സപ്ലൈ ലൈനുകൾ സിറിയയിലൂടെ വീണ്ടും സജീവമാക്കിയെന്നും ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സൈറ്റുകളെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ലെബനോൺ അധികൃതർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ഇല്ലെന്നാണ് IDF ആരോപിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഇങ്ങനൊരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര പ്രതികരണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. US മിഡിൽ ഈസ്റ്റ് പ്രത്യേക ദൂതൻ തോമസ് ബറാക്ക് വ്യക്തമാക്കുന്നത് സംഘർഷം രൂക്ഷമാകുന്നുവെങ്കിൽ വാഷിംഗ്ടണിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഇല്ലെങ്കിലും സഖ്യകക്ഷിയായ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമെന്നാണ്. ഫ്രാൻസും യൂറോപ്യൻ യൂണിയനും വെടിനിർത്തൽ നിർത്തലാക്കാൻ മധ്യസ്ഥത തുടരുന്നുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന ആവശ്യത്തിൽ അവർ നിൽക്കുന്നുണ്ട്. ലെബനോൺ പ്രസിഡന്റ് ജോസഫ് ഔൺ ഇസ്രായേലിന്റെ പിൻവാങ്ങലിനായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും പുതിയ ഭീഷണികൾക്കെതിരെ ലെബനോൺ ആർമി നിലകൊള്ളുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ നിലപാടാണ് ഇവിടെ വ്യത്യസ്തം. കരാർ പാലിക്കുന്നു, പക്ഷേ പ്രത്യാക്രമണങ്ങൾക്ക് മറുപടി നൽകുമെന്നാണ്. പ്രതിരോധ മന്ത്രി കാറ്റ്സിന്റെ മുന്നറിയിപ്പ് ഗൗരവമുള്ളതാണ്. ഹിസ്ബുള്ള തീയിൽ കളിക്കുന്നു എന്നതാണ്. പ്രത്യേകത വൻ തീയായിരിക്കും എന്നാണ് കാറ്റും പറയുന്നത്. പക്ഷേ ഇവിടെ വെട്ടിലായിരിക്കുന്നത് ലെബനോൺ സർക്കാരാണ്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണമെന്ന് സർക്കാരിനുണ്ടെങ്കിലും ഇത് ലെബനോണിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ വലിയ അപകടത്തിലാക്കാം എന്നൊരു മുന്നറിയിപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചാൽ അവിടെ ആഭ്യന്തര യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.
സംഘർഷത്തിന്റെ വിശദമായ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കുമ്പോൾ ലെബനോണിന്റെ സമ്പദ് വ്യവസ്ഥ ഇതിനകം തകർന്നു കിടക്കുകയാണ്. GDP 30% വീണത്. ബെക്ക താഴ്വരയിലെ കഴിഞ്ഞ മാസത്തെ ആക്രമണത്തിൽ 20-ലധികം സിവിലിയന്മാർ വരെ കൊല്ലപ്പെട്ടു. വാഹനങ്ങളും ഗ്രാമങ്ങളും നശിച്ചു കിടക്കുകയാണ്. IDF പറയുന്നത് ഈ ആക്രമണങ്ങളൊക്കെ ഹിസ്ബുള്ളയുടെ പുനർനിർമ്മാണ യന്ത്ര സാമഗ്രികൾ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ്. ഈ സംഘർഷം ലെബനോനിൽ മാത്രം ഒതുങ്ങുന്നില്ല, മൊത്തം മിഡിൽ ഈസ്റ്റിലെ സ്ഥിരതയെ തന്നെ ബാധിക്കുകയാണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് വെടിനിർത്തൽ ഒരു താൽക്കാലിക ശാന്തത മാത്രമാണ്, സമാധാനത്തിനായുള്ള രാഷ്ട്രീയ ചർച്ചകൾ എത്രയും പെട്ടെന്ന് എന്ന മുന്നറിയിപ്പിലാണ് നിൽക്കുന്നത്. ചുരുക്കത്തിൽ ലെബനോണിലെ ഈ തുടർച്ചയായ ആക്രമണങ്ങൾ സമാധാനത്തിന്റെ പാലം പൊളിച്ചെറിയുകയാണ്. ഇസ്രായേൽ സ്വയം രക്ഷാവാദം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന ഈ ആക്രമണങ്ങളൊക്കെ സിവിലിയൻ ജീവനുകളെയാണ് എടുക്കുന്നത്. ഇതിനിടയിൽ ഹിസ്ബുള്ള തങ്ങളുടെ പുനഃസംഘടന കൂടുതൽ സജീവമാക്കാനുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. എന്തുതന്നെയായാലും ലെബനനിലെ പുതിയ നടപടികൾ ഒരു പുതിയ യുദ്ധത്തിന്റെ വാതിലുകൾ തുറക്കും എന്നതാണ് ജിയോ പൊളിറ്റിക്സ് വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.